അഭിനയരംഗത്ത് നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുന്ന നടിയാണ് സംയുക്ത വർമ്മ. നടൻ ബിജു മേനോനുമായുള്ള വിവാഹശേഷമാണ് സിനിമാ രംഗത്ത് നിന്നും സംയുക്ത മാറി നിന്നത്. കുടുംബജീവിതത്തിന് വേണ്ടിയായിരുന്നു ഈ തീരുമാനം. കരിയറിലെ തുടക്കകാലത്തും പിന്നീടും ബിജു മേനോൻ തനിക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംയുക്ത വർമ്മ. ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ ചില സീനുകൾ വന്നാൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് പോലുമില്ല. ബിജുവേട്ടൻ അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട് ആകാത്ത വ്യക്തിയും കൂടിയാണ്. ഒരിക്കൽ ബിജുവേട്ടൻ എന്നോട് പറഞ്ഞത്, സംയുക്ത, സിനിമ എന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇത്രയും ആളുകൾ സംയുക്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത്രയും ആൾക്കാർ മഴ നനഞ്ഞു നിൽക്കുന്നതും ഞാനും മഴ നനഞ്ഞു നിൽക്കുന്നത്. അതിനിടയിൽ എനിക്ക് മഴ നനയാൻ പറ്റില്ല, ഈ വേഷം ഇടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ചീപ്പായി തോന്നുന്നു എന്ന് ബിജുവേട്ടൻ പറഞ്ഞു. ഇതൊരു പ്രൊഫഷനാണ്. ഇതിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ ഈ പ്രൊഫഷൻ ചെയ്യണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്നോളണം എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് മകൻ ദക്ഷ് പിറന്ന ശേഷം ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ പോയി. ചെന്നപ്പോൾ തൊട്ട് ഞാൻ കരയാൻ തുടങ്ങി. ദക്ഷിനെ കാണണമെന്ന് പറഞ്ഞ്. ചിന്നു, ഇത് നടക്കില്ല. മോനെ കാണണം, വീട്ടിൽ പോകണം എന്നാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വീട്ടിലിരിക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുക എന്ന് ബിജുവേട്ടൻ പറഞ്ഞു. ബിജുവേട്ടൻ വളരെ പ്രൊഫഷണലായ ആളാണ്. അതെനിക്ക് മനസ്സിൽ ഫീൽ ചെയ്ത കാര്യമാണ്. കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. നന്നായി നോക്കിയിട്ട് മതി. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് എപ്പോഴും പറയും. പ്രൊഫഷനും കുടുംബവും സ്ത്രീകൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന കാര്യമാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും അതുതന്നെയാണ്. സ്ത്രീകൾക്ക് കൂടുതൽ ആത്മാർത്ഥത കാണിക്കാനുള്ള ത്വര ഉണ്ട്. ജോലിക്ക് പോകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ വന്നാലും എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ തന്നെ എടുക്കും. സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും നമ്മൾക്കൊരു ത്വര വരും. നമ്മൾ തന്നെ ചെയ്യാനുള്ള ചിന്ത അതെനിക്ക് നല്ലതുപോലെയുണ്ട്. ഒന്നുകിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എന്ന് ആദ്യമേ താൻ തീരുമാനിച്ചിരുന്നുവെന്നും സംയുക്ത വർമ്മ പറയുന്നു. ഈ വ്യക്തി എൻ്റെ ജീവിത പങ്കാളിയാകുമെന്ന് കുറേ കാലത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ മൈസൂർ എന്ന സ്ഥലത്തിനോട് എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അവിടെയായിരുന്നു. 5 വയസ്സുവരെ ഞാൻ മൈസൂരാണ് പഠിച്ചത്. പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞ് ഞാൻ സിനിമ ചെയ്തതും എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടതും മൈസൂരിലാണ്. അതിനാൽ ആ സ്ഥലത്തോട് പ്രത്യേക കണക്ഷൻ ഉണ്ടെന്നും സംയുക്ത വർമ്മ പറഞ്ഞു.